Corollary 2.2.5. If a1, a2, etc. an are any real numbers, then mod a1 plus a2 plus etc. an less than or equal to mod a1 plus mod a2 plus etc. mod an. തൊട്ടുമുമ്പ് കണ്ട ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയുടെ ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ജനറൽ ഫോം ആണിത്. അവിടെ a1 a2 മാത്രമേ എഴുതുള്ളൂ, അല്ലെങ്കിൽ എയും ബി എഴുതുള്ളൂ. ഇവിടെ ആകുമ്പോൾ എണ്ണം വരാമെന്ന് മാത്രം. That is mod a1 plus a2 plus etc. an less than or equal to mod a1 plus mod a2 plus etc. mod an. Example 2.2.6. Determine the set A of x element of R such that mod 2x plus 3 less than 7. 2.2.2 C le കണ്ടതുപോലെ mod A less than or equal to C if and only if minus C less than or equal to A less than or equal to C. Then for strictly inequality, mod less than C if and only if minus C less than A less than C. ഇതാണ് നമുക്ക് റിസൾട്ടിൽ പഠിച്ചിട്ടുള്ളത്. സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി വെക്കാനാണെങ്കിൽ mod less than C if and only if minus C less than A less than C. Given that mod 2x plus 3 less than 7. ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ ആണ് എയിൽ ഉണ്ടാവുക. എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി -7 ഇത് അപ്ലൈ ചെയ്തു. സി എന്ന് പറഞ്ഞാൽ അവിടെ 7 ആണ്. -7 ലെസ് ദാൻ 2x plus 3 ലെസ് ദാൻ 7. ഇഫ് ആൻഡ് ഓൺലി നമ്മുടെ ആവശ്യം ഇത് കണ്ടോ, ഈ 3നെ ഒഴിവാക്കലാണ്. അതായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും -3 ആഡ് ചെയ്തു. അപ്പൊ എന്ത് വരും? -7 -3 strictly less than 2x plus 3 -3 less than 7 -3. ഇവിടെ -10 less than plus 3 -3 കിട്ടിയത് കൂടുമ്പോൾ 2x ആവും. -10 less than 2x less than 4. ഇനി ആവശ്യം ഈ 2നെ ഒഴിവാക്കലാണ്. 2 divided by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. throughout 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -10 into 1/2 less than x less than 4/2. -5 less than x less than 2. എന്ന് പറഞ്ഞാൽ -5നും 2നും ഇടയ്ക്കുള്ള എക്സുകളുടെ കളക്ഷൻ ആണ് A. A is equal to set of all x element of R such that -5 less than x less than 2. Determine the second question number B. Determine the set B set of all x element of R such that mod x minus 1 less than mod x. Solution. രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. First one method is to consider cases so that the absolute value symbols can be removed. എന്തുകൊണ്ട് 3 കേസ് വന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. mod x minus 1 less than mod x എന്നാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. mod x ന്റെ ഡെഫിനിഷൻ പ്രകാരം mod x എന്ന് പറഞ്ഞാൽ set of all x such that x greater than 0 ആണെങ്കിൽ x തന്നെ, x is equal to 0 ആണെങ്കിൽ 0, x less than 0 ആണെങ്കിൽ -x. കിട്ടിയോ? ഇതാണ് mod x ഡെഫിനിഷൻ. അപ്പൊ ഈ mod x ലെ 0നെയാണ് ഡിപെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ 0 വന്നിട്ടില്ല, x less than 0 എന്ന കോൺസെപ്റ്റ് വന്നിട്ടില്ല. ഇനി mod x minus 1 എന്തായിരിക്കും? mod x minus 1 എന്ന് പറഞ്ഞാൽ set of all x minus 1 greater than 0 ആണെങ്കിൽ x minus 1 തന്നെ വരാം. ഇനി x minus 1 ഡെഫിനിഷൻ x is equal to 0 ആകുമ്പോൾ ഇവിടെ x minus 1 ആണല്ലോ. x minus 1 is equal to 0 ആണെങ്കിൽ എന്താ വരാ? ഇവിടെ സാധനം വരും.
x minus 1 is equal to 0 means x is equal to 1. X is equal to 1 ആവുന്ന ഒരു കേസ്. x is equal to 1 ആണെങ്കിൽ ഇവിടെ 0 എന്നാണ് വരാം. x is equal to 1 ആണെങ്കിൽ ഇവിടെ 0 എന്നാണ് വരാം. ഇനി മൈനസ് ഓഫ് x minus 1 എന്നാണ് വരാം. എപ്പോ x minus 1 less than 0 വരാണെങ്കിൽ. ഇവിടെ x minus 1 greater than 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം x greater than 1 എന്നാണ്. ഇവിടെ x is equal to 1 എന്നാണ്. ഇവിടെ എന്താ കിട്ടുക? x minus 1 less than 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x less than 1 എന്നാണ്. ഇനി നമ്പർ ലൈൻ എന്ന് വരയ്ക്കാം. എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? 0 ഉണ്ട്, 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട്. ഓരോ കണക്ഷൻ നിങ്ങൾ നോക്കിയോ. ഇവിടെ എന്താ കിട്ടിയത്? ഇവിടെ നിന്ന് കിട്ടിയതാണ് x greater than 1. x ന്റെ വാല്യൂ 1 മേലെ. ഇനി x less than 1 ഉണ്ട്, x less than 1 ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് x is equal to 1 ഉണ്ട്, ഇവിടെ x is equal to 1 ഉണ്ട്. ഇവിടെ എന്താ കിട്ടിയേ? x 0 ഉണ്ട്, greater than 0 ഉണ്ട്, less than 0 ഉണ്ട്. അപ്പൊ കോമൺ എന്താ പറഞ്ഞേ? 0 താഴെ ഒരു കേസ് വരുന്നുണ്ട്, അത് ഇവിടെ വരുന്നുണ്ട്, x less than 0. പിന്നെ ഒരു കേസിൽ 1 താഴെ വരുന്നുണ്ട്, പിന്നെ ഒരു കേസിൽ 0 to 1 വരെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയത് ഇതിനെ 3 രീതിയിലാണ് പഠിക്കേണ്ടത്. ഒന്നിനേക്കാൾ മേലെ വരുന്ന കേസിൽ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഒരു കേസ് ആയിട്ട് നമ്മൾ എടുത്തത് x greater than 1. പിന്നെ x less than 0 അതിന് പ്രശ്നങ്ങളില്ല, x less than 0 ഇവിടെ x less than 0 വന്നു. ഇനി 0 മുതൽ 1 വരെയുള്ള അവസ്ഥയുണ്ട്, 0 മുതൽ 1 വരെയുള്ളത്, അതാണ് തേർഡ് കേസ് എടുത്തത്. ഈ 3 കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതോടുകൂടി ഇതിലെ എല്ലാ കാര്യങ്ങളും ഈ ഇൻഇക്വാലിറ്റിയിലെ എല്ലാ കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 3 കേസ് എടുത്തത്. കേസ് 1 x greater than 1. x 1 വലുതാണെങ്കിൽ mod x ന്റെ പ്രശ്നം എന്താ? x 0 വലുതാണെങ്കിൽ mod x x തന്നെയാണ്. x 1 വലുതാണെങ്കിൽ 0 തന്നെയാണല്ലോ, അപ്പൊ mod x x തന്നെയാണ്, പോസിറ്റീവ് ആണോ x തന്നെയാണ്. x greater than 1 ആണെങ്കിൽ mod x minus 1 എന്തായിരിക്കും? ഇവിടെ 1 x ന്റെ പകരം 1 വന്നാലാണ് 0 വരല്ലോ. 1.1 വന്നാൽ കൂടെ 1.1 മൈനസ് 1 0.1 പോസിറ്റീവ് ആണ്. പറഞ്ഞു വരുന്നത് x ന്റെ വാല്യൂ 1 മേലെ വന്നു കഴിഞ്ഞാൽ ഈ mod x minus 1 പോസിറ്റീവ് ആണ്. mod x minus 1 പോസിറ്റീവ് ആണെങ്കിൽ mod of പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ഇട്ടാൽ മതി x minus 1 ആണ്. അപ്പൊ എന്താ കിട്ടിയത്? x minus 1 less than x ആണ്. x minus 1 less than mod x. നമ്മൾ എടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. mod x minus 1 less than mod x. mod x minus 1 less than mod x becomes mod x minus 1 ന് പകരം പോസിറ്റീവ് ആയതുകൊണ്ട് x minus 1 less than x. ഇത് കറക്റ്റാ. x നേക്കാൾ ചെറുതാണ് x എന്ന് കുറച്ചു കഴിഞ്ഞാൽ. which is satisfied without further restrictions എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇത് കറക്റ്റ് ആണ് എപ്പോഴും എന്ന്. Therefore, for all x such that x greater than or equal to 1 belongs to the set B. x ന്റെ വാല്യൂ 1 മേലെ വരുന്ന എല്ലാം തന്നെ എവിടെ വരുന്നുണ്ട്? നമ്മുടെ സെറ്റിൽ വരുന്നുണ്ട്. കേസ് 2 0 less than or equal to x strictly less than 1. x is equal to അപ്പോൾ x ന്റെ വാല്യൂ 0 മുതൽ 1 വരെയാണ്. x ന്റെ വാല്യൂ 0 മുതൽ 1 വരെയാണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണ്. mod x എന്താണ്? x തന്നെ വരാം. 0 less than x less than 1. mod x minus 1 എന്താ വരാ? mod x minus 1 എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളിൽ ഇത് നെഗറ്റീവ് വരാം, കാരണം x ന്റെ ഒരു എപ്പോഴും എന്താ 0 വരുന്നില്ല, 0 താഴെയാണ് x കിടക്കുന്നത്. അപ്പോ 0 താഴെ ഏത് വാല്യൂ 1 ന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടുക. അപ്പൊ മോഡുലസ് ഓഫ് x minus 1 ഇത് സ്കൂളിൽ എടുത്ത നെഗറ്റീവ് വാല്യൂ ആ. മോഡുലസിന് ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ എന്താ ഉത്തരം? നെഗറ്റീവ് ഓഫ് അതാണ് അത് നെഗറ്റീവ് ഓഫ് x minus 1. പറഞ്ഞു വരുന്നത് mod x minus 1 less than mod x becomes mod x minus 1 പകരം മൈനസ് ഓഫ് x minus 1 ആയി. ഇവിടുന്ന് ലെസ് ദാൻ mod x എന്ന് പറഞ്ഞാൽ x ആണ്, ലെസ് ദാൻ x. ഇവിടെ എന്ത് വരും? ഇനി എന്റെ ആവശ്യം x ന്റെ വാല്യൂ കണ്ടുപിടിക്കില്ല, രണ്ട് ഭാഗത്തും x കൊണ്ട് ആഡ് ചെയ്തു, അല്ലെങ്കിൽ മൈനസ് x കൊണ്ട് കൊണ്ടുപോയി പറഞ്ഞാൽ മതി.
രണ്ടാമത്തെ x ആഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. അപ്പോൾ 1 less than x plus x, 1 less than 2x, that is 1/2 less than x, that is x greater than 1/2 എന്ന് കിട്ടി. This case contributes all x such that 1/2 less than x less than 1 to the set B. കാരണം നമ്മൾ കണ്ടു x ന്റെ വാല്യൂ 1/2 താഴെ വരുന്നതാണ്, സോറി x ന്റെ വാല്യൂ 1നേക്കാൾ മേലെ വേണമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നിന്ന് കിട്ടിയത് അല്ല, ഇവിടെ കിട്ടിയത് x ന്റെ വാല്യൂ ഹാഫിനേക്കാൾ മേലെ വരണം, ഇങ്ങനെ കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് കേസിൽ നിന്ന് ഇവിടെ നിന്ന് എന്ത് x ന്റെ വാല്യൂ മാക്സിമം 1 വരാൻ പാടുള്ളൂ, മിനിമം 0 വരാൻ പാടുള്ളൂ. മിനിമം 0 വരെ വരാൻ പാടില്ല ഇവിടെ കൺക്ലൂഷനിൽ കിട്ടിയത്, ഹാഫ് വരെ വരാൻ പാടുള്ളൂ. അപ്പൊ ഹാഫ് മുതൽ 1 വരെയാണ് ഇവിടെ വരാൻ പാടുള്ളൂ ഈ സെറ്റില്, അങ്ങനെ കിട്ടി. പിന്നെ തേർഡ് വൺ x less than 0. x less than 0 ആണെങ്കിൽ mod x less than 0 എന്ന് പറഞ്ഞാൽ x നെഗറ്റീവ്, mod x എന്തായിരിക്കും -x. x less than 0 means mod x minus 1. x നെഗറ്റീവ് ആണ്, നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് തന്നെ വരും. So mod of negative one minus of അതാണ് minus of x minus 1. Mod x minus 1 less than mod x means ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് minus of x minus 1 less than mod x ന് പകരം നെഗറ്റീവ് x. എന്ത് വരും, x minus 1 greater than x എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ minus 1 മൾട്ടിപ്ലൈ ചെയ്ത് x എടുത്ത് കളയുമ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വരാ, ഈ മൈനസും കട്ടായി പോകുമ്പോ x minus 1 greater than x എന്ന് വരും. അതിന്റെ അർത്ഥം എന്താ, x നിന്ന് കുറച്ച് കഴിഞ്ഞാലും x ആയിരിക്കും എഴുതുന്നത്, തെറ്റല്ലേ? which is equal to 1 less than 0 എന്ന് നോക്കിയോ, x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് വിചാരിക്കുക, 10 നിന്ന് കുറച്ചു 9 കിട്ടി, അപ്പൊ ഒരു പറഞ്ഞത് എന്താ 9 ആയിരിക്കും എഴുതുന്ന പറയണേ, തെറ്റാണത്. 1 less than 0 എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത് ഒരു ഉദാഹരണത്തിന്. അപ്പൊ മനസ്സിലായി, തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായി. Since this statement is false, no value of x from case 3 satisfies inequality. ഇതിന്റെ യൂണിയൻ എടുക്കാം. കേസ് 1 പ്രകാരം x ന്റെ വാല്യൂ 1 നേക്കാൾ മേലെ, കേസ് 2 പ്രകാരം x ന്റെ വാല്യൂ 1/2 മുതൽ 1 വരെ. രണ്ടിനും കമ്പൈൻഡ് എടുക്കുമ്പോൾ എന്ത് വരും, 1/2 നേക്കാൾ മേലെ എന്ത് വന്നാലും ഓക്കെയാണ്. x greater than 1/2. B is equal to set of all x element of R such that x greater than 1/2. ഇത്രയേ ഉള്ളൂ. അപ്പൊ കേസ് 1 ഉം കേസ് 2 ആണ് കൺസിഡർ ചെയ്തത്. സ്ട്രിക്ട്ലി greater than 1/2 ആണ്, ഈക്വൽ ടു വരുന്നില്ല.